ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ 30-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മളെ ഗുരു കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എപ്പോഴും ഉപരിപ്ലവമായിട്ടുള്ള തലങ്ങളിലൂടെ ചിന്തിച്ച് ശീലിച്ച ആളുകൾക്ക് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പക്ഷേ ഗുരുവിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ചിന്തിച്ച് ചിത്തായിട്ട് നമുക്ക് മാറുവാൻ, അതൊരു പുറത്തുള്ള ഒരു മാറ്റമല്ല, നിരന്തരമായിട്ടുള്ള ചിന്തയിലൂടെ നമ്മളിൽ എന്താണോ വേണ്ടാതിരിക്കുന്നത് അതെല്ലാം മാറുമെന്നുള്ളതാണ്. അങ്ങനെയാണ് ചിന്തിച്ച് ആ സ്വരൂപത്തെ അതിൽ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഗുരു 30-ാമത്തെ ശ്ലോകത്തിലൂടെ നമ്മളോട് പറയുകയാണ്, ജഡമറിവിയില്ല, അറിവിന് ചിന്തയില്ല, ഓതിടുകയുമില്ല, അറിവ് എന്നറിഞ്ഞ് സർവം വിടുകിലവൻ വിശദാന്തരംഗനായി മേൽ ഉടലിൽ അമർന്ന് ഉഴലുന്നതില്ല നൂനം. അപ്പോൾ ജഡത്തിന് അറിയാനുള്ള ഒരു സ്വഭാവമില്ല, അതിനുള്ള കഴിവില്ല. അതാണ് ജഡം അറിവിയില്ല. ജഡമൊന്നും അറിയുന്നില്ല. അറിവിന് ചിന്തയില്ല. അറിവെന്ന് പറയുന്നത് ആ പരമ്പൊരുളാണ്. ആ പരമ്പൊരുൾ ചിന്തിക്കുന്നില്ല, കാരണം അത് നിർവികാരമാണ്. അപ്പോൾ ഇവിടെ പരസ്പരം നമുക്ക് ചില വൈരുദ്ധ്യങ്ങൾ തോന്നാം. ജഡമായിട്ട് നമ്മുടെ ആധുനിക ശാസ്ത്രം പറയുന്നത്, മോഡേൺ സയൻസ് പറയുന്നത് ചലിക്കാത്തതെല്ലാം ജഡമാണെന്നാണ്. ആ നമ്മുടെ മഹർഷിമാരുടെ സങ്കല്പത്തിൽ ശരീരം ഉൾപ്പെടെ ജഡമാണ്. അതേസമയം അത് ചൈതന്യവുമാണ്, അറിവാണ്. ഗുരുവിൻ്റെ ഭാഷയിൽ അത് അറിവാണ്. പക്ഷേ ആ അറിവ് നമ്മുടെ ചിന്തിക്കുന്ന ആ ചിന്തയുമായിട്ട് അതിനെ നമുക്ക് കൂട്ടിയിണക്കാൻ പറ്റില്ല. ചിന്തിക്കുവാൻ പ്രേരകമായിട്ട് നിൽക്കുന്നത്, അതിന് സാക്ഷിയായിട്ട് നിൽക്കുന്നത്, അതാണ് ശരിക്കുള്ള അറിവെന്ന് പറയുന്നത്. അത് ഒന്നും ഓതുന്നില്ല. ഇപ്പോൾ ആത്മോപദേശ ശതകം ആത്മാവിനെ ഉപദേശിക്കുകയാണ്. പക്ഷേ ഈ ആത്മാവിനെ എങ്ങനെയാണ് ഉപദേശിക്കുന്നത്? അപ്പോൾ അറിവ് എങ്ങനെയാണ് അറിവിനെ തന്നെ ഓതുന്നത്? സാധ്യമല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ അതുവരെ പഠിച്ചിരിക്കുന്ന, മനസ്സിലാക്കിയിരിക്കുന്ന ചില സങ്കല്പങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാവുകയാണ്. ഭൗതിക ലോകം, ശാസ്ത്രജ്ഞന്മാർ ഇതെല്ലാം ജഡമാണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നമ്മളതിനെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഈ കണ്ണുകൊണ്ട് കാണുമ്പോൾ ജഡമായിട്ട് തോന്നുന്നത് അതിനേക്കാളും പവർഫുള്ളായിട്ടുള്ള വേറൊരു കണ്ണിലൂടെ, മൈക്രോസ്കോപ്പൊക്കെ അങ്ങനെയാണ്, വേറൊരു കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോൾ അത് ജഡമല്ല എന്ന് തിരിച്ചറിയാൻ പറ്റുന്നു. അതിനൊരു ആറ്റം, ആ ആറ്റമിനെ വീണ്ടും വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ ആധുനിക സയൻസിനെ കൂട്ടുപിടിക്കുന്നത് എന്നൊരു സംശയം ഉണ്ടാകാം. കൂട്ടുപിടിക്കുന്നതല്ല, നമ്മുടെ മനുഷ്യൻ്റെ ഭൗതികമായിട്ടുള്ള പുരോഗതിയുടെ പരിമിതിയെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു കുറ്റപ്പെടുത്തലല്ല. ഭൗതിക മനസ്സിന്, ഭൗതികമായിട്ടുള്ള ചിന്തിക്കുന്ന വ്യക്തികൾക്ക് എത്താൻ പറ്റിയ ഒരു സങ്കേതം, ഇപ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തലങ്ങളിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മനുഷ്യൻ്റെ ഇൻ്റലിജൻസും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിന്തിച്ച് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മനുഷ്യൻ അവൻ്റെ ബുദ്ധിയിൽ ഉണർന്ന, അവൻ്റെ സൂക്ഷ്മതയിൽ ഉണർന്ന് അവൻ കണ്ടെത്തിയൊരു ഉപകരണം മാത്രമാണ്. അതിലൂടെ അവൻ കമ്പ്യൂട്ടറും മറ്റു പല കാര്യങ്ങളും ഉപയോഗിച്ചാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ അതിന് മനുഷ്യനെ പോലെ ഒന്ന് അനുഭവിക്കുവാനോ
സന്തോഷിക്കുവാനോ ആ രീതിയിൽ വിചാരങ്ങളെ പങ്കുവയ്ക്കാനോ സാധ്യമല്ല. തന്നെയല്ല, ഈ മനുഷ്യൻ്റെ സാക്ഷിഭാവം മനുഷ്യൻ അതിനെ പ്രവർത്തിപ്പിക്കാനിവിടെ വേണം. പക്ഷേ സയൻറ്റിസ്റ്റുകൾ പറയുന്നു, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പറയുന്നത്, അത് നമ്മൾ ഓൺ ചെയ്ത് വിട്ടാൽ അതങ്ങ് വർക്ക് ചെയ്തോളും, അത് സ്വന്തമായിട്ട് പ്രവർത്തിച്ചോളും. ശരിയാണ്. പക്ഷേ തുടങ്ങി വെക്കണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ പ്രയത്നം, അവൻ്റെ ബുദ്ധി, അവൻ ശരിയായ രീതിയിൽ അതിനെ പ്രവർത്തിപ്പിക്കണം. ഇവിടെയൊക്കെ മനുഷ്യൻ ശാസ്ത്രത്തിന് ഒരുപാട് അതിനെ ആശ്രയിക്കുമ്പോഴും അതുമാത്രമാണ് ശരിയെന്ന് പറയുമ്പോഴും അതിൻ്റെ അന്തർധാരയായി, അതിൻ്റെ അടിത്തറയായി വർത്തിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യമാണ് ഇവിടെ അറിവായിട്ട് നിൽക്കുന്നത്. അതുവരെയുള്ളതെല്ലാം ജഡമായിട്ട് നിൽക്കും. സ്വന്തമായിട്ട് ചേതനയില്ലാത്തതെല്ലാം ജഡമാണ്. പക്ഷേ അതിനെ നമ്മൾ ശരിയായ രീതിയിൽ, ഗുരുവിൻ്റെ കൃതിയിൽ സൂചിപ്പിക്കുന്ന പോലെ, വാസസ്സു പഞ്ഞീത് ആദിമൂലം ഭൂതപ്രഘാതം ഇത് ഓർക്കുകയിൽ ഇപ്രകാരം. ഇവിടെ ആ വാസസ്, വസ്ത്രം അല്ലെങ്കിൽ നൂല്, ഇതിനെയൊക്കെ നമ്മൾ പിരിച്ച് നോക്കുമ്പോഴോ അത് ഈ ആറ്റത്തിലേക്ക് ചെല്ലുകയാണ്. അതിനെ വീണ്ടും പിരിച്ചു ചെല്ലുമ്പോഴോ അവിടെ പിരിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതായത് നമ്മുടെ മനസ്സും ബുദ്ധിയും ഒക്കെ എവിടെയാണോ മടങ്ങിപ്പോരുന്നത്, എവിടെ നിന്നാണോ മടങ്ങിപ്പോരുന്നത്, അവിടെയാണ് ശരിക്കുള്ള ഈ ആത്മീയത തുടങ്ങുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. മനസ്സും ബുദ്ധിയും ഒക്കെ അത് കാലദേശങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒന്നാണ്. കാലദേശങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒന്ന് വെച്ചിട്ട് കാലദേശാധിവർത്തിയായ ഒന്നിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമ്മുടെ ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങൾ കൂട്ടാൻ ശ്രമിക്കുമ്പോഴും അതിൻ്റെ പരിമിതി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് മഹർഷിമാർ പറയുന്നത്. നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം.